നമസ്കാരം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യേ നമഃ. സത്യവതി പറഞ്ഞതനുസരിച്ച് ശന്തനു മഹാരാജാവ് അവളുടെ അച്ഛനായ ദാശനെ കാണാനായി അവരുടെ ഗൃഹത്തിലേക്ക് പോയി. അവിടെ ചെന്ന് സത്യവതിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് ദാശനോട് അപേക്ഷിക്കുന്നു. അപ്പോൾ ദാശൻ പറയുന്നത്, അവിടെ നിന്ന് വന്ന് ചോദിച്ചാൽ എനിക്കെൻ്റെ പുത്രിയെ അങ്ങേക്ക് തന്നേ മതിയാവൂ, തരാതിരിക്കാൻ ഒക്കുകയില്ലല്ലോ. പക്ഷേ എനിക്കൊരു ആവശ്യമുണ്ട്, അങ്ങത് പ്രതിജ്ഞ ചെയ്താൽ ഞാൻ അവളെ വിവാഹം കഴിച്ചു തരാമെന്ന് പറയുന്നു. അങ്ങയുടെ കാലശേഷം രാജാവായി അഭിഷിക്തനാവേണ്ടത് സത്യവതിയുടെ പുത്രനായിരിക്കണം. അങ്ങയുടെ മറ്റൊരു പുത്രനും രാജ്യാവകാശം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ രാജാവ് വളരെ ചിന്താവിവശനായി തീർന്നു. അദ്ദേഹം തൻ്റെ ഗംഗാദേവിയിലുണ്ടായ പുത്രൻ ഗാംഗേയനെപ്പറ്റി ഓർമ്മിച്ചുകൊണ്ട് ഒന്നും പറയാതെ തിരിച്ചു പോവുകയാണ്. രാജാവിൻ്റെ ആഗ്രഹം ഭീഷ്മരെ രാജാവാക്കണമെന്നതാണ്. ഇപ്പോൾ അത് സാധിക്കുകയില്ലല്ലോ ഈ വിവാഹം കഴിച്ചാൽ. അങ്ങനെ വളരെ വിഷമത്തോടുകൂടി കൊട്ടാരത്തിലെത്തി രാജാവ് വളരെ ചിന്താവിഷ്ടനായിരുന്നു. അദ്ദേഹം ഊണും ഉറക്കവും ഒന്നുമില്ലാതെ ആലോചനയിൽ മുഴുകി. അപ്പോൾ ദേവവ്രതൻ, അതായത് ഭീഷ്മർക്ക് മനസ്സിലായി രാജാവ് ചിന്താവിഷ്ടനായിരിക്കുകയാണെന്ന്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് എന്താണ് ദുഃഖത്തിന് കാരണമെന്ന് ചോദിക്കുകയാണ് ഭീഷ്മർ. അങ്ങേക്ക് ജയിക്കാനാവാത്ത ഒരു ശത്രുവും ഈ ലോകത്തിലില്ല. ആരുണ്ടെങ്കിലും ഞാൻ അവനെ തോൽപ്പിച്ച് അങ്ങയുടെ മുൻപിൽ കൊണ്ടുവരുന്നതാണ്. അല്ലാതെ അങ്ങ് ദുഃഖിച്ചിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഞാൻ അങ്ങയുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ടൊരു ഉദാഹരണം പറയുന്നു. ദശരഥൻ്റെ പുത്രനായ രാമൻ പോലും അച്ഛൻ്റെ ആജ്ഞയെ കൈക്കൊണ്ട് രാജ്യഭാരം വെടിഞ്ഞ് സീതയോടും ലക്ഷ്മണനോടും കൂടി ചിത്രകൂട പർവ്വതത്തിൽ താമസിച്ചില്ലേ എന്ന് ഒരു ഉദാഹരണം പറയുന്നു ശന്തനുവിനോട്. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദ്യമെന്ന് നോക്കാം. ശ്ലോകം 39. സുതോ ഹരിശ്ചന്ദ്ര നൃപസ്യ രാജൻ യോ രോഹിതച്ഛേദി പ്രസിദ്ധനാമ ക്രീതോധ പിത്രാ വിപണോദ്യതച്ഛ ദാസാർപ്പിതോ വിപ്രഗൃഹേതു നൂനം. മഹാരാജാവേ, ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ രോഹിതൻ എന്നു പേരുള്ള പ്രസിദ്ധനായ പുത്രൻ പിതാവിനാൽ വിൽക്കപ്പെട്ട് ബ്രാഹ്മണഗ്രഹത്തിൽ ദാസനെ പോലെ കഴിഞ്ഞുകൂടിയില്ലേ. ശ്ലോകം 40. തഥാ ജിഗർത്തസ്യ സുതോ വരിഷ്ഠോ നാംനാശുനശേഭ ഇതി പ്രസിദ്ധഃ ക്രീതസ്തു പിത്യാപ്യഥ യൂപബദ്ധഃ സമ്മോചിതോ ഗാധി സുതേന പശ്ചാത്. അതുപോലെ അജീഗർത്തൻ ശൂനശേഭനെന്നു പേരുള്ള തൻ്റെ ഉത്തമനായ പുത്രനെ വിറ്റതുമൂലം അവൻ യാഗപശുവായി യൂപത്തിൽ ബന്ധിക്കപ്പെട്ടു. പിന്നീട് വിശ്വാമിത്രൻ അവനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയായിരുന്നല്ലോ. ശ്ലോകം 41. പിത്രാജ്ഞയാ ജാമദജ്ഞേന പൂർവം ഛിന്നം ശിരോ മാതുരിതി പ്രസിദ്ധം അകാര്യം അപ്യാചരിതം ച തേന ഗുരോരനുജ്ഞാ ച ഗരീയസി കൃത. ജമദഗ്നിയുടെ പുത്രനായ ഭാർഗവരാമൻ
അച്ഛൻ്റെ ആജ്ഞയനുസരിച്ച് അമ്മയുടെ തല വെട്ടിയ കാര്യം പ്രസിദ്ധമാണ്. ചെയ്യരുതാത്തതാണ് അദ്ദേഹം ചെയ്തതെങ്കിലും ഗുരുകൽപ്പന മറ്റെന്തിനേക്കാളും ശ്രേഷ്ഠമാണെന്ന് അദ്ദേഹം അതിലൂടെ വ്യക്തമാക്കി. ശ്ലോകം 42. ഇദം ശരീരം തവ ഭൂപതേന ക്ഷമോസ്മി നൂനം വദ കിം കരോമ്യഹം ന ശോചനീയം മയി വർത്തമാനേപി അസാധ്യമർത്ഥം പ്രതിപാദയാമ്യതഃ. മഹാരാജാവേ, ഈ ശരീരം അങ്ങയുടേതാണ്. ഞാൻ ശക്തനുമല്ലേ? പറയൂ, ഞാൻ എന്തു ചെയ്യണം? ഞാൻ ജീവനോടിരിക്കെ അങ്ങ് ദുഃഖിക്കരുത്. ഏത് പ്രയാസമുള്ള കാര്യവും ഞാൻ സാധിക്കുന്നുണ്ട്. ശ്ലോകം 43. പ്രഭൂഹി രാജംസ്തവകാസ്തി ചിന്ത നിവാരയാമ്യദ്യ ധനുർഗൃഹീത്വാ ദേഹേന മേ ചേച്ചരിതാർത്ഥതാ വാ ഭവത്വമോഘ ഭവതച്ഛികീർഷ. രാജാവേ, പറയൂ, എന്താണ് അങ്ങയുടെ ചിന്ത? ഞാൻ പരിഹാരമുണ്ടാക്കാം. എന്തായാലും എൻ്റെ ഈ ശരീരം ചരിതാർത്ഥമാകണമെങ്കിൽ അങ്ങയുടെ ആഗ്രഹം സഫലമാകണം. ശ്ലോകം 44. ധിക്തം സുതം യ പിതുരുപ്സിതാർത്ഥം ക്ഷമോപി സന്ന പ്രതിപാദയേദ്യ യാതേന കിം തേന സുതേന കാമം പിതുർന്ന ചിന്താം ഹി സമുദ്ധരിദ്യഃ. കഴിവുണ്ടെങ്കിലും പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റാത്ത പുത്രനെപ്പറ്റി കഷ്ടമെന്നല്ലാതെ എന്തു പറയേണ്ടു? പിതാവിൻ്റെ ദുഃഖനിവൃത്തി വരുത്താത്ത പുത്രൻ ജനിച്ചതുകൊണ്ട് എന്തു പ്രയോജനം? 44 ശ്ലോകങ്ങളാണ് ദ്വിതീയ സ്കന്ധം അധ്യായം 5 പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.